ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു ഈസി മാത്സ് ഓൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. അങ്ങനെ നമ്മൾ +1 എല്ലാ ചാപ്റ്റേഴ്സ് ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഫ്രീ ആയിട്ട് പഠിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. അതിലാണ് നമ്മൾ ഈ കാണുന്ന ടോപ്പിക്കിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്ത ആളുകൾ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. മകളെ, വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. ആ ടോപ്പിക്കിന്റെ പേരൊന്ന് എഴുതി വെച്ചോളൂ. ഇന്റഗ്രൽ പവർ ഓഫ് ഐ ആണ്. അത് ഐന്റെ ഇന്റഗ്രൽ പവർ ആണ്. മകളെ, നിങ്ങൾ പഠിച്ചു എന്താണ് ഐ എന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഐ? അതായത് √(-1) എന്ന് പറയുന്ന ആ നമ്പറിനെ ആണ് നമ്മൾ ഐ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. √(-1) നമ്മൾ ഐ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഇമാജിനറി നമ്പർ ആണ് അല്ലെ. ഏതൊരു നമ്പറിനെയും നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ ആക്കി എഴുതാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഐന്റെ പവറുകളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 4 പവറുകളാണ് വരാനുള്ളത്. നന്നായിട്ട് ശ്രദ്ധിക്കാം. ഐക്ക് നല്ല പവർ ഉണ്ട് കേട്ടോ. സോ എന്റെ പേരറിയാത്ത ആൾക്ക് ഷാഹിദ് റംസാൻ എന്നാട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. ഇത് എന്റെ തന്നെ ചാനലാണ്. അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ളത് i⁻0 ആണ്. നമുക്കറിയാം ഏതൊരു നമ്പറിന്റെയും മുകളിൽ 0 പവർ 0 ആണെങ്കിൽ അതിന്റെ ഉത്തരം 1 ആയിരിക്കും. i⁻1 എന്ന് പറഞ്ഞാൽ അത് ഐ തന്നെയാണ്. ഒരു തവണ ഐ എന്ന് പറഞ്ഞാൽ ഐ ആണ്. i² എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം -1 ആണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു i² എന്ന് പറഞ്ഞാൽ അതെന്താണ്? -1 ആണ്. i³ എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളെ ശ്രദ്ധിക്കണേ. i³ എന്ന് പറഞ്ഞാൽ അത് i² ഇൻറ്റു ഐ ആണ്. i² ഇൻറ്റു ഐ. i² എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് -i ആണ്. സംശയമൊന്നുമില്ലല്ലോ. ഇനി ഒരാളെ കൂടി നമുക്ക് പറയാനുണ്ട്. i⁻4. i⁻4 എന്താണ് i⁻4 എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് രണ്ട് രീതി ഉണ്ട്. ഒന്നെങ്കിൽ i² ഇൻറ്റു i² അല്ലെ. i² ഇൻറ്റു i² ആണ് i⁻4. അത് -1 ഇൻറ്റു -1 ദാറ്റ് ഈസ് ഇക്വൽ ടു +1 ആണ്. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? i³ ഇൻറ്റു ഐ എന്ന് എഴുതാം. i³ ഇൻറ്റു ഐ. i³ എന്ന് പറഞ്ഞാൽ -i ആണ്. -i ഇൻറ്റു ഐ. അതായത് -i ഇൻറ്റു ഐ. i² -1 ദാറ്റ് ഈസ് ഓൾസോ +1 ആണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഇതിനെ ഞാൻ താൽക്കാലികമായിട്ട് മാറ്റുകയാണ്. അപ്പൊ ഇത് 4 ആണ് നമുക്ക് അറിയാനുള്ളത്. ഏത് 4? ഇത് 4. ഈ 4 വാല്യൂസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഈ ടോപ്പിക്കിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം വരും. എങ്ങനെയാണ് ചോദ്യം വരാന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഞാൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ i⁻5 ചെയ്യാൻ പോവുകയാണ്. i⁻5 എന്താണ് i⁻5 എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം i⁻4 ഇൻറ്റു ഐ ആണ്. സംശയമൊന്നുമില്ലല്ലോ. i⁻4 ഇൻറ്റു ഐ. i⁻4 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആണ്. i⁻6 എന്ന് പറഞ്ഞാലോ i⁻5 ഇൻറ്റു ഐ അല്ലെ. i⁻5 ഇൻറ്റു ഐ. അതായത് i⁻5 എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ i² i² എന്ന് പറഞ്ഞാൽ -1 അല്ലെ. i⁻5 എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഇൻറ്റു i² i² എന്ന് പറഞ്ഞാൽ എന്താ? -1. സിമ്പിൾ. ഇനി i⁻7 ആണെങ്കിലോ? i⁻7 ആണെങ്കിൽ i⁻6 ഇൻറ്റു ഐ ആണ്. i⁻6 പറഞ്ഞാൽ -1 ആണ്. -1 ഇൻറ്റു ഐ ദാറ്റ് ഈസ് -i ആണ്. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കണേ മക്കളെ, ഇമ്പോർട്ടൻറ്റ്. i⁻8 എന്തായിരിക്കും? i⁻8 എന്ന് പറഞ്ഞാൽ i⁻7 ഇൻറ്റു ഐ ആണ്. i⁻7 എന്ന് പറഞ്ഞാൽ -i ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ -i² ആണ്. സോ i² എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 ഇൻറ്റു ദാറ്റ് ഈസ് +1. i² ബ്രാക്കറ്റിൽ മൈനസ് പുറത്ത്. i² എന്ന് പറഞ്ഞാൽ -1 -1 +1 ആണ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. i⁻1 എന്ന് പറയുന്നതും i⁻5 എന്ന് പറയുന്നതും സെയിം വാല്യൂ ആണ് അല്ലെ. i⁻1 എന്ന് പറയുന്നതും i⁻5 എന്ന് പറയുന്നത് സെയിം ആണ്. i⁻6 എന്ന് പറയുന്നതും i² എന്ന് പറയുന്നത് സെയിം ആണ്. രണ്ടും -1 ആണ്. i² i⁻6 സെയിം ആണ്. i³ i⁻7 സെയിം ആണ്. നോക്കി നോക്കൂ. i⁻7 എന്ന് പറഞ്ഞാൽ -i, i³ എന്ന് പറഞ്ഞാൽ -i. i⁻4 എന്ന് പറഞ്ഞാൽ 1 ആണ്. i⁻8 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു പോകും. അപ്പൊ ഇവിടെ 4 ആണ് ഡിഫറൻസ്. അപ്പൊ 5, അടുത്ത 9. i⁻9 എന്തായിരിക്കും? സെയിം ആൻസർ ആയിരിക്കും, ഐ ആയിരിക്കും. i⁻9 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐ ആയിരിക്കും. ഇനി i⁻2 6 10 i² എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും അല്ലെ. ഇനി 3 4 7 ഇതൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. i⁻11.
സോ ഇതാണ് ഈ ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത്. 4, 8, 12 ഇതൊക്കെ എന്തായിരിക്കും 1 ആയിരിക്കും. ഇതൊക്കെ എന്തായിരിക്കും യെസ് i⁻7 എന്ന് പറഞ്ഞാൽ മൈനസ് ഐ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒന്നല്ല, എങ്ങനെയാണ് ഇത് പറഞ്ഞുതരാൻ ട്രിക്ക് ഉണ്ട് കേട്ടോ, കിഡ്ലൻ ട്രിക്ക് ഉണ്ട്, വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ പരസ്പരം ഈക്വൽ ആയി. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ? ഈ കാണുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അതുകൊണ്ട് മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ ഇതിന്റെ ജനറൽ ഫോർമാറ്റ് ആണ് എഴുതാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ജനറൽ ഫോർമാറ്റ് ആണ്. അതിനുശേഷം എന്റെ ഒരു ട്രിക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്താൽ മാർക്ക് കിട്ടും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് ഏതാണോ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ 2 മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിലുള്ള മെത്തേഡാണ്. നമുക്കറിയാം i⁻0 എന്ന് പറഞ്ഞാലും എന്താണ് 1 ആണ്. ഇപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ 0 കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഏത് നമ്പറിന്റെ r⁻0 എന്നാലും 1 ആണ്. സോ 4ന്റെ മൾട്ടിപ്പിൾ ഏത് വന്നാലും അതിന്റെ ഉത്തരം എന്താണ് 1 ആണ്. യാതൊരു സംശയമില്ലല്ലോ. 4ന്റെ മൾട്ടിപ്പിൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ i⁻40 കാണാൻ പറഞ്ഞു നിങ്ങളോട്. നമുക്കറിയാം 40 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിളാ. 4 × 10. അതിന്റെ ഉത്തരം ഒന്നും നോക്കേണ്ട, ഉത്തരത്തിലേക്ക് 1 ആയിരിക്കും. സംശയമൊന്നും വേണ്ട. i⁻40 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. i⁻80 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. i⁻12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. i⁻20 എത്ര നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി 4ന്റെ മൾട്ടിപ്പിളോട് 1 കൂടുന്ന രീതിയിൽ ഫോർ എക്സാമ്പിൾ i⁻5, ഇനി അല്ലെങ്കിൽ i⁻41, 40 + 1, 4ന്റെ മൾട്ടിപ്പിൾ ആണ്, അതിനോട് 1 കൂടുക. അങ്ങനെ ഏത് വന്നാലും അതിന്റെ ഉത്തരം എത്രയായിരിക്കും? അതായത് i ആയിരിക്കും. i⁻4k എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 1 × i ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ഇനി 4ന്റെ മൾട്ടിപ്പിളോട് 2 കൂടുക, i⁻4k + 2. ഓക്കെ, ഇത് i⁻41. ഇപ്പൊ 2 കൂടുക പറഞ്ഞാൽ i⁻40 അല്ലെ. 4ന്റെ മൾട്ടിപ്പിൾ 12 ആണ്. 12നോട് 2 കൂടി. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ 6, 10, 14 അതിന് ഉത്തരത്തിലായിരിക്കും -1 ആയിരിക്കും. -1 അതായത് ആദ്യം 1, അതിനോട് ഒരു i മൾട്ടിപ്ലൈ ചെയ്യുക. i-നോട് വീണ്ടും i മൾട്ടിപ്ലൈ ചെയ്താൽ -1. i⁻4k + 3 -1നോട് i മൾട്ടിപ്ലൈ ചെയ്താൽ -i. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഒന്നാമത്തെ ആലോചിച്ചാൽ ബാക്കി എല്ലാം കിട്ടും. 1 അതിനോട് i മൾട്ടിപ്ലൈ i-നോട് വീണ്ടും i മൾട്ടിപ്ലൈ ചെയ്താൽ -1, -1നോട് i മൾട്ടിപ്ലൈ ചെയ്താൽ -i. അങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്. i⁻4k. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ ആസ് യൂഷ്വൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പറയാണ് i⁻63 എത്ര? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? i⁻63 എന്ന് പറഞ്ഞാൽ 63 എന്ന് പറഞ്ഞ നമ്പറെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 6ൽ 1 4, അപ്പം 2 23, 5 4 5 20, ശിഷ്ടം 3 ആണ്. അതായത് i⁻4k + 3 ഫോർമാറ്റ് ആണ്. i⁻4k + 3 i⁻4k + 3 എത്ര ഉത്തരം? -i ആണ്. സോ i⁻63 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -i ആണ്. ഇതാണ് പരീക്ഷയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഈ രീതിയിൽ ഐഡിയ ക്ലിയർ ആണല്ലോ. ഇത് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ കാണുന്നത്. ഇപ്പൊ i⁻22 എത്രയാടാ? i⁻22 എന്ന് പറഞ്ഞാൽ i⁻20 + 2 ആണ്. അതായത് i⁻4k + 2. i⁻4k + 2 എന്ന് പറഞ്ഞാൽ എത്ര? i⁻4k എന്ന് പറഞ്ഞാൽ 1 × 4k + 2 i -1 വരും. i⁻4k + 2 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഐഡിയ വെച്ച് ചെയ്യുക. ഓക്കെ, i കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. i⁻4k എന്നാൽ 1 ആണ്. സോ 1 × i 21 ആകുമ്പോൾ i² -1. i⁻63 നമ്മൾ ചെയ്തു. ഇത് ഏത് ക്വസ്റ്റ്യനിലും അപ്ലിക്കബിൾ ആണ്. ഇനി എൻ്റെ ഒരു ട്രിക്ക് ഉണ്ട്. എൻ്റെ ഒരു ട്രിക്ക് അല്ല, ഞാൻ കണ്ടുപിടിച്ച ട്രിക്ക് ഒന്നും അല്ല, എങ്കിലും ഞാൻ പറയാണ് മക്കളെ. ഇത് നിങ്ങൾക്കറിയാം i⁻41 ആണ്. അതായത് 40 + 1 4k + 1 1 × i ആണ് ഇതിന്റെ ആൻസർ വരിക. i⁻12 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 1 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യാം. സോ മക്കളെ, ഇനി എൻ്റെ ഒരു ട്രിക്കാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എൻ്റെ ഒരു കിഡ്ലൻ ട്രിക്ക് ഞാൻ കാണിച്ചത്. എൻ്റെ ഒരു ട്രിക്ക് അല്ല, ഞാൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ, പക്ഷെ ഞാൻ കേട്ടൊരു ട്രിക്കാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത്രേ ഉള്ളൂ. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കറിയാം i² എന്ന് പറഞ്ഞാൽ എന്താടാ? i² എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു -1 ആണ്. i² ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ i² ഓഡ് നമ്പർ, അത് -1/3, -1/5, -1/7, അതിന്റെ ഉത്തരം -1 ആണ്. i² ഓഡ് നമ്പർ വന്നാൽ -1ഉം i² ഈവൻ നമ്പർ വന്നാൽ +1ഉം. ഇതാണ് ഇതിന്റെ ട്രിക്ക്. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഏത് ചോദ്യം എന്താക്കാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ ചെയ്ത എല്ലാ പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. i⁻22 ഈ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? നിങ്ങൾക്കറിയാം i⁻22 എന്ന് പറഞ്ഞാൽ i² 11 ആണ്. സംശയമൊന്നുമില്ലല്ലോ. എന്താണ് i² 11? 2 × 11 22. x⁻m (n) എന്ന് പറഞ്ഞാൽ x⁻mn ആണ്.
ഓക്കെ, അപ്പൊ ഐ സ്ക്വയർ ഹോൾ റേഷ്യോ 11 എന്ന് പറയുന്നതും ഐ റേഷ്യോ 22 എന്ന് പറയുന്നത് സെയിം ആണ്. ഐ സ്ക്വയറിന്റെ മുകളിൽ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ ഉത്തരം -1 ആണ്. സോ ഐ റേഷ്യോ 22 എന്ന് പറഞ്ഞാൽ -1 ആണ് ആൻസർ. ഐ റേഷ്യോ 22 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 ആണ്. കണ്ടോ? എന്നാൽ ഐ റേഷ്യോ 63യോ? ഐ റേഷ്യോ 63 എങ്ങനെ കാണാം? ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്കറിയാം 63നെ കൃത്യമായിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല? ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 63ന്റെ തൊട്ടടുത്തുള്ള നമ്പർ 62 ആണ്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഐ സ്ക്വയർ റേസ് ടു 62നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 31 കിട്ടും. ഇപ്പൊ എത്രയായി? ഐ റേസ് ടു 62 ആയി ഇൻറ്റു ഐ, അതായത് ഐ സ്ക്വയർ ഹോൾ റേസ് ടു 31. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ചെയ്താലേ എക്സ് റേസ് ടു ക്യൂബ് ആവുള്ളൂ. അപ്പൊ മുകളിൽ ഒരു നമ്പർ കൂട്ടണമെങ്കിൽ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. മുകളിൽ ഒരു നമ്പർ കൂട്ടണമെങ്കിൽ ഇൻറ്റു ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഐ സ്ക്വയർ റേസ് ടു ഓഡ് നമ്പർ ആണെങ്കിൽ ഉത്തരം -1 ആണ്. ഐ സ്ക്വയർ റേസ് ടു ഓഡ് നമ്പർ ആണ് -1. -1 ഇൻറ്റു ഐ, ദാറ്റ് ഈസ് -i ആൻസർ. ഐ റേസ് ടു 63 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -i ആണ്. അപ്പൊ ഏത് മെത്തേഡിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇതേപോലെ ഐ റേസ് ടു 41 ചെയ്യണമെങ്കിൽ 41നെ നിങ്ങൾക്ക് ഐ റേസ് ടു 40 ഇൻറ്റു ഐ എന്ന് എഴുതാം. ഐ റേസ് ടു 40 ഇൻറ്റു ഐ. ഐ റേസ് ടു 40 എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ഹോൾ റേസ് ടു 20 ഇൻറ്റു ഐ. അപ്പൊ -1 ഇൻറ്റു ഐ 41 അല്ലേ? ഐ സ്ക്വയർ -1 ഹോൾ സ്ക്വയർ -1 ഹോൾ സ്ക്വയർ -1 ഹോൾ സ്ക്വയർ +1 അല്ലേ? സോ 1 ഇൻറ്റു ഐ. കാരണം ഈവൻ നമ്പർ അല്ലേ? ഈവൻ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് ആണ്. ഓക്കെ, 1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ. കണ്ടോ? ഏത് ക്വസ്റ്റ്യൻ ചെയ്യാം? ഐ റേസ് ടു 12 ആണെങ്കിലോ? ഐ റേസ് ടു 12 ആണെങ്കിൽ ഐ സ്ക്വയർ ഹോൾ റേസ് ടു 6. ഐ സ്ക്വയർ -1 ഹോൾ റേസ് ടു 6 എന്നാൽ 1 ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ യൂസ് ചെയ്ത് ആൻസർ ചെയ്യുക. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയി തരികയാണ്. ഐ റേസ് ടു 39 എന്ത്? ഐ റേസ് ടു 12 അല്ല 19 എന്ത്? ഐ റേസ് ടു 15 എന്ത്? ഈ മൂന്നിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്യുക. സോ ഇതിന്റെ ഒരു ടഫുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലോ ഡിസ്കസ് ചെയ്യുന്നതാണ്. വാട്സപ്പിലായിരിക്കും മിക്കവാറും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് വാട്സപ്പിലേക്ക് വരിക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.